ചർച്ച ചെയ്ത മെറിൻജോയ് കേസിന്റെ നാൾ വഴികളിലൂടെ സഞ്ചരിക്കുകയാണ് നമ്മൾ. തുടക്കത്തിലുണ്ടായിരുന്ന ജനരോഷവും ആവേശവും പിന്നീട് കെട്ടടങ്ങിയ കേസിൽ നീതിക്കായി പോരാടുന്ന രണ്ടുപേരാണ് ഇന്ന് നമ്മളോടൊപ്പം. മെറിന്റെ അച്ഛൻ ജോയും അമ്മ മേരിയും. സർ, മകൾ ആത്മഹത്യ ചെയ്തെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, അത് ഞങ്ങളുടെ വിശ്വാസം മാത്രമല്ല, അതാണ് സത്യം. അവളൊരിക്കലും ആത്മഹത്യ ചെയ്യില്ല. മകളുമായി അവസാനം സംസാരിച്ച കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ? ആ മോളെ. അമ്മച്ചി, ചാച്ചൻ എവിടാ? ചാച്ചനോ? ചാച്ചൻ പറമ്പിലാടി. അമ്മച്ചി എന്നെ എടുക്കുക? ഞാൻ അടുക്കളയില് കപ്പയും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ആ, ചാച്ചനോട് പറ റിസൾട്ട് വന്ന് ഡിസ്റ്റിങ്ഷൻ ഉണ്ടെന്ന്. എന്നിട്ട് രണ്ടാളും കൂടെ കപ്പയും ബീഫും പോന്നിട്ട് ഇങ്ങോട്ട് വാ. അതെന്താ, നീ ഇങ്ങോട്ട് വരുന്നില്ലേ? ഇല്ല അമ്മച്ചി, എനിക്ക് തിങ്കളാഴ്ച ഒരു പ്രോജക്റ്റ് വെക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വാ, നമുക്ക് ഇവിടെ കറങ്ങാൻ പോവാം. ആ പിന്നെ എന്റെ ഫോണിൽ ചാർജ് ഇല്ല, ഞാൻ പിന്നെ വിളിക്കേ. എടി, അവസാനമായി മോളോട് സംസാരിച്ചപ്പോ എന്തേലും വിഷമോ പ്രശ്നമോ ഉള്ളതായിട്ട് തോന്നിയിരുന്നോ? ഇല്ല, അവൾക്ക് വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവള്. നല്ല മാർക്ക് വാങ്ങി അവള് ജയിച്ചത്. അങ്ങനെയുള്ള കൊച്ച് അന്ന് വൈകുന്നേരം കായലിൽ ചാടി എന്ന് പറഞ്ഞ ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കും? മെറിന്റെ മരണത്തിൽ പോലീസ് ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നു, റോണി ജോൺ. നിങ്ങൾക്കറിയാമോ? അന്ന് വൈകിട്ട് ഞാൻ അവളെ വിളിച്ചു, ഒരു 5:30 മണിയായപ്പോൾ. അപ്പോൾ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഞാൻ പിന്നെ ഒരു 6:30 വീണ്ടും വിളിച്ചു. അപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് ആയപ്പോൾ എനിക്ക് ടെൻഷനായി. പിന്നെ ഞങ്ങൾ ഹോസ്റ്റൽ വാർഡനെ വിളിച്ചു. അപ്പം വാർഡൻ പറഞ്ഞു, ഇവിടെ നീന്തൽ അറിയായിരുന്നോ? ഇല്ല, അവൾക്ക് ചെറുപ്പം മുതലേ വെള്ളം പേടിയായിരുന്നു. മെറിൻ ആസ്മ പേഷ്യൻ്റ് ആയിരുന്നോ? അതെ, അവൾക്ക് ഒരു 8 വയസ്സുള്ളപ്പോൾ തൊട്ട് ശ്വാസമുട്ടലുണ്ടായിരുന്നു. മെറിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോ FIRന്റെ കോപ്പി എന്തെങ്കിലും കയ്യിലുണ്ടോ? ഉണ്ട്. അതൊന്ന് കാണാൻ പറ്റുമോ? ക്രിയേറ്റീവ് സപ്പോർട്ട്. എന്താടാ നിനക്കൊരു സംശയം? ഒരു സാധാരണക്കാരന്റെ കണ്ണിലൂടെ അല്ല, പോലീസുകാരന്റെ കണ്ണിലൂടെ നോക്ക്. FIRും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ചേർത്ത് വെച്ച് വായിക്കും.
ഇത് ആത്മഹത്യയല്ല. ഇത് ആത്മഹത്യയല്ല, കൊലപാതക. മെറിൻ കൊല്ലപ്പെട്ടതാ. അങ്കിളെ ഇവൻ ഇത്ര ഓവർ ആക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ആ അമ്മ കരഞ്ഞപ്പോഴേ എനിക്കറിയായിരുന്നു എല്ലാം കയ്യിൽ നിന്ന് പോയിന്ന്. അവനെ മാത്രം കുറ്റം പറയണ്ട. നീ അവനെ വിളിച്ചോണ്ട് പോകുമ്പോഴേ ആലോചിക്കണമായിരുന്നു. എടാ, ക്യാമറയും സ്റ്റാൻഡും ഒക്കെ എടുത്തു വെക്കാനല്ലേ ഇവള് നിന്നെ വിളിച്ചോണ്ട് പോയത്? തരുന്ന കാശിനുള്ള പണിയെടുത്താ പോരെ? എന്തിനാ കൂടുതൽ ആത്മാർത്ഥത കാണിക്കാൻ പോയത്? ആട്ടെ, ഇതൊരു കൊലപാതകമാണെന്ന് കൺക്ലൂഡ് ചെയ്യാനുള്ള എന്ത് ഫൈൻഡിങ്സ് ആണ് നീ അവിടെ നിന്ന് കണ്ടെത്തിയത്? എന്ത് ഫൈൻഡിങ്സ്? ആയോടിക്കേ, എന്താ ഉറുമ്പോ? ഇല്ല, കുഴപ്പമില്ല. ആ, സാറേ, ആ, ഈ ഉറുമ്പിനിപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്താൽ അത് ചായയിൽ വീണുള്ള മുങ്ങി മരണമാണോ, അല്ലെങ്കിൽ തിളച്ച ചായയിൽ വീണുള്ള പൊള്ളി മരണമാണോ, അതും അല്ലെങ്കിൽ ചായയിലിട്ട് മുക്കിക്കൊന്നതിന് IPC സെക്ഷൻ 302 ആണോ കറക്റ്റ്? ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു കേസ് അറ്റൻഡ് ചെയ്തിട്ടില്ല. അങ്ങനെയല്ല സാറേ. സാറേ, നമുക്ക് 2 രീതിയിൽ മെറിൻ്റെ മരണം കൊലപാതകമാണെന്ന് കൺഫേം ചെയ്യാം. ഒന്ന് എവിഡൻഷ്യലിയും മറ്റൊന്ന് സൈക്കോളജിക്കലിയും. പോലീസ് റിപ്പോർട്ട് പ്രകാരം മെറിൻ കായലിൽ ചാടി 12 മണിക്കൂർ ശേഷമാണ് കൊച്ചിൻ വാർഫിന്ന് ബോഡി കിട്ടുന്നത്. ആ, അത്രയും സമയം കൊച്ചി കായലിൽ കിടക്കുന്ന ബോഡിക്ക് ഉണ്ടാകുന്ന ബേസിക് ചേഞ്ചസ് പോലും മെറിൻ്റെ ബോഡി കണ്ടിട്ടുണ്ടായില്ല. പോരാത്തതിന് വയറ്റിൽ നിന്ന് കണ്ടെത്തിയത് വെറും 150 ml വെള്ളമാണ്. അപ്പൊ എന്താണ് സൈക്കോളജിക്കൽ? വെള്ളം പേടിയുള്ളൊരു പെൺകുട്ടി, 8ാം വയസ്സ് മുതൽ സ്ഥിരമായി ഇൻഹേലർ ഉപയോഗിക്കുന്ന ഒരു ആസ്മ പേഷ്യൻറ്റ്, എടപ്പള്ളി പള്ളിയിൽ നിന്ന് വണ്ടിയും പിടിച്ച് കോശ്രീ 1ാം പാലവും കടന്ന് 2ാം പാലത്തിൻ്റെ ഏറ്റവും ഉയരമുള്ള പോയിന്റിൽ പോയി നിന്ന് കായലിലേക്ക് നോക്കി ചാടി ആത്മഹത്യ എന്ന് പറഞ്ഞാൽ അതൊട്ടും ലോജിക്കലല്ല. പിന്നെ ആത്മഹത്യ ചെയ്യാൻ പോകുന്നവരൊക്കെ ലോജിക്ക് നോക്കിയിട്ടാണല്ലോ പോയി ചെയ്യുന്നത്. നീ പറ. ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് സർവൈവ് ചെയ്ത് എത്ര പേരെ നീ കണ്ടിട്ടുണ്ട്? ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഏറ്റവും കോൺഷ്യസ് ആയിട്ടുള്ള ഒരു മെൻ്റൽ സ്റ്റേറ്റിലാണ് ഭൂരിഭാഗം ആൾക്കാർ സൂസൈഡ് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കണത്. ഹോപ്പില്ലാത്തതുകൊണ്ട് അവരെ ചെയ്യണേ, അല്ലാതെ ബുദ്ധിയില്ലാത്തതുകൊണ്ടല്ല. ഇതിപ്പോ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങളുടെ പ്ലാൻ? പ്ലാൻ ഭയങ്കര സിമ്പിളാ. 3 days and 2 nights, അതും പട്ടായയില്. ഫുൾ റൊമാൻറ്റിക് കപ്പിൾ പാക്കേജാ. എൻ്റെ ഫ്രണ്ട് വഴി വന്നതാ. അവൻ്റെ ട്രാവൽ കമ്പനിയുടെ പ്രൊമോ ഞങ്ങളുടെ ചാനലിലിട്ട് ബൂസ്റ്റ് ചെയ്തതിന് ചെറിയൊരു കമ്മീഷൻ. ഫുൾ ട്രിപ്പ് ഫ്രീയാ. ഞാൻ ഒരു യെസ് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ടിക്കറ്റ് എടുക്കും. പറയട്ടെ? എടി, 12 മണിക്കൂർ വെള്ളത്തിൽ കിടന്ന ബോഡിയിൽ വെറും 150 ml വെള്ളം, അതെങ്ങനെ ശരിയാവാ? ഞാൻ പറഞ്ഞ പോലെ കേട്ടാ? ആ, കേട്ട്. എന്താ പറഞ്ഞേ? നിന്റെ ഏതോ ഫ്രണ്ട് മറ്റേ പട്ടായ പോണ കാര്യല്ലേ? ഏത് നേരത്താണോ ഇവനൊക്കെ പ്രേമിക്കാൻ തോന്നി? എടാ, ചാനലിന്റെ റേറ്റിംഗ് കയറ്റാനുള്ള ഒരു എപ്പിസോഡ് മാത്രമാണ് ഈ മെറിൻ കേസ്. അത്രേ ഉള്ളൂ, അത്രേ പാടുള്ളൂ. അതിനപ്പുറത്തേക്ക് നീയോ ഞാനോ അതിൽ ഇൻവോൾവ് ആവാൻ പാടില്ല. കേട്ടല്ലോ? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എടാ,
ആ കൊച്ചിന്റെ മരണത്തിൽ ദുരൂഹതകളുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് ആ കുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കാനുള്ള യോഗം നിനക്കാണെങ്കിൽ അതിനുള്ള വഴി നീ തേടിപ്പോയില്ലെങ്കിലും നിന്നെ തേടി വരും. ഇപ്പോ നീ ശ്രീബാലമോള് പറയുന്ന കേക്ക്. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ ബിസിയാണ്.